ഒരു 7000 രൂപയ്ക്ക് കിട്ടുമോ? വാടകയൊക്കെ കൃത്യം 1-ാം തീയതി തന്നെ തന്നിരിക്കും. 7999 രൂപയ്ക്ക് പോലും തരില്ല ടീച്ചറെ. ഇതേ എന്റെ വീടല്ല, ഞാൻ വെറും ഏജന്റ് മാത്രമാ. എനിക്ക് കമ്മീഷൻ അല്ലാതെ 10 പൈസ കിട്ടത്തില്ല. 8000 രൂപയ്ക്കാണെങ്കിൽ ഇപ്പൊ ഉറപ്പിക്കാം. വേറെ 3 കൂട്ടര് ചോദിച്ചോണ്ട് നിപ്പുണ്ട്. ഇതിപ്പോ സുധാകരൻ സാറ് പറഞ്ഞോണ്ട് മാത്രമാ. 7500. ഇതെന്താ ലേലം വിളിയോ? പുറത്തോട്ട് ഇറങ്ങിയാട്ടെ, ഗേറ്റ് അടച്ചിട്ട് എനിക്ക് പോണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 8000 തന്നേക്കാം. 1 മാസത്തെ വാടക എന്റെ കമ്മീഷൻ. ആ അതറിയാം. വെള്ളത്തിന്റെ കറണ്ടിന്റെയും ചാർജ് കൃത്യമായിട്ട് അടച്ചോണം. അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ വെച്ച് ഉറപ്പിക്ക, ഇനി വേറെ ആർക്കും കൊടുക്കരുത്. പക്ഷേ എത്രയും വേഗം നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് എഴുതണം. എന്റെ ഹസ്ബൻഡ് കൂടെ ഒന്ന് വന്ന് വീട് കണ്ടോട്ടെ. ആ ഇനി ആള് വന്ന് കാണാനുണ്ടോ? അപ്പൊ ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് പറ. അങ്ങനെയല്ല, അഡ്വാൻസ് തരാനും എഗ്രിമെന്റ് എഴുതാനുമാ ഹസ്ബൻഡ് വരുന്നത്. എന്നാ കുഴപ്പമില്ല. ഞങ്ങള് വന്ന് വീട് കണ്ടുവെന്നൊന്നും ഹസ്ബൻഡിനോട് പറയണ്ട. അതെന്താ അങ്ങനെ? അതങ്ങനെ. ഞങ്ങള് വന്ന് ആദ്യം വീട് കണ്ടു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ദേഷ്യം വരും. അദ്ദേഹത്തിന് ആദ്യം കാണണം, അത് നിർബന്ധമാ. ഓ അങ്ങനത്തെ ടൈപ്പ് അല്ലേ? ടൈപ്പ് ഒന്നും അല്ല. ഇത് വെച്ചോ. ഇത് കമ്മീഷനിൽ ചേർക്കരുത് കേട്ടോ. ഞങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചു തരണം. അത് ഞാൻ ഏറ്റു. അവിടെ നിന്നാ മതി, ഓട്ടോ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഓ വീട് തരക്കേടില്ല, പക്ഷെ വാടക 8000 രൂപയുണ്ടല്ലേ കരുനാഗപ്പള്ളിയിൽ 1 മാസത്തെ ചെലവിന് അത് ധാരാളം മതി. 50 കൊല്ലം മുമ്പായിരുന്നെങ്കിലോ 8000 രൂപ കൊണ്ട് 4 ഏക്കർ പുരയിടം വാങ്ങായിരുന്നു അല്ലേ അമ്മേ? ആ നീ കൊടുത്തോ? നിനക്കുണ്ടല്ലോ കൊടുക്കാൻ. വിജയേട്ടാ, ഹലോ. ആ ഞാൻ തന്നെയാ, പറഞ്ഞോ. വിജയേട്ടാ, ഞാനൊരു അർജന്റ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അതല്ലേ പറഞ്ഞോളെ. ട്രാൻസ്ഫറിന്റെ കാര്യം തീരുമാനമായി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ എറണാകുളത്തോട്ടാണെന്ന്? എറണാകുളത്തേക്കോ? സത്യാനോടി? ദേ റിലീവിംഗ് ഓർഡർ ഉടനെ വരുവേ. അതിനകം വീട് നോക്കി വെക്കണം. അന്നേരം ഓടിച്ചെന്ന വീടും കൂടൊന്നും കിട്ടിയെന്ന് വരില്ല. വീടൊക്കെ നമുക്ക് നോക്കാടി, ഒരാഴ്ചത്തേക്കുള്ള സമയം കിട്ടില്ലേ നമുക്ക്? അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന ഒന്നും നടക്കില്ല വിജയേട്ടാ. ഞാൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടേ ആലുവയിലെ സുനിതേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളത്തൊരു വാടക വീട് കണ്ടുപിടിക്കണമെന്ന്. എന്നിട്ട് കണ്ടുപിടിച്ചോ? സുധാകരൻ ചേട്ടൻ വയറ്റിലേക്ക് എടുത്തേ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഓഹോ, അത്രയൊക്കെ ആയോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു വിജയേട്ടാ, ട്രാൻസ്ഫർ എറണാകുളത്തേക്കാണെന്ന് എനിക്കൊരു ചെറിയ ഊഹം ഉണ്ടെന്ന്. അതെത്ര കറക്റ്റായി. എനിക്കൊരു 6th സെൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ വിജയേട്ടൻ. എടി നിനക്ക് 6th സെൻസ് മാത്രമല്ലടി, വേറെയും 5-6 സെൻസ് കൂടിയുണ്ട്. ഞാൻ ഇന്നും ഇന്നലെയാണോ നിന്നെ കാണുന്നത്? തമാശ കള വിജയേട്ടാ. സുധാകരൻ ചേട്ടൻ കണ്ടുവച്ച വീട് വിജയേട്ടൻ ഒന്ന് പോയി നോക്കണം. നല്ല വീടാണെന്നാ സുധാകരൻ ചേട്ടൻ പറഞ്ഞത്. വിജയേട്ടന് വൈക്കത്തുനിന്ന് ഒരു ഉച്ച നേരത്ത് ഓടിപ്പോയി കണ്ടിട്ട് വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്ക് തന്നെ പോയി നോക്ക്. നോക്കാം. ചുമ്മാ നോക്കാന്ന് പറഞ്ഞാ പോരാ. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൗസ് ഓണറെ കണ്ട് കരാർ എഴുതി അഡ്വാൻസ് കൊടുത്തിട്ടേ പോരാവൂ. ഇതെന്താ ഇത്ര എമർജൻസി? എന്താ വിജയേട്ട, എറണാകുളം സ്ഥലം, വീട് കിട്ടാൻ ബുദ്ധിമുട്ടാ. ഈ കാണുന്ന വീട് നല്ലതാണെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് എഴുതിയാ പിന്നെ പേടിക്കണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് ചെല്ലുമ്പോ ആ വീട് കിട്ടിയില്ലെങ്കിലോ? ശരി ശരി, സമ്മതിച്ചു. വേറെ വല്ലതും പറയാനുണ്ടോ? ഹൗസ് ഓണറുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ സുധാകരൻ ചേട്ടനോട് ചോദിച്ചിട്ട് വാങ്ങി തരാമേ. ശരി, എന്നാ വെക്കുവോ വിജയേട്ടാ? ഓക്കെ. അവന് സംശയമോ അതൃപ്തിയോ ഒന്നുമില്ലല്ലോ? ഇതുവരെ ഇല്ല. ഏതായാലും നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം നടന്നു. ഇനി ഈ വീട്ടിൽ നിന്ന് പോയാ മതി.
അവിടത്തെ വീട് വിജയം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒരൊറ്റ ദിവസം പോലും വൈകിക്കരുത്. വിജയേട്ടൻ നാളെ പോയി വീട് കാണട്ടെ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടടി, ദൈവാധീനമുള്ളവളാ നീ. പിന്നെ ഞാനും ഇല്ലേ നിന്റെ കൂടെ. ആ, വാ പറയട്ടെ. വാ ഇങ്ങോട്ട് കയറി പോരെ. സംശയിക്കണ്ട, ഇത് തന്നെയാ വീട്. ആ ഗേറ്റ് തുറന്ന ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് കയറി പോരുന്നേ. ഇവിടെ കുറെ വീട്ടു സാധനങ്ങളുണ്ട്. അതൊക്കെ അടുക്കി പെറുക്കി കേടുപാട് കൂടാതെ എടുക്കണം. ഈ വീട് മാറുവാ. എങ്ങോട്ടാ അമ്മച്ചി മാറുന്നേ? അമ്മച്ചിയാ? എന്റെ കെട്ടിയന് ഇയാളെക്കാൾ പ്രായം കുറവായിരുന്നല്ലോ. അത് 10-20 വർഷം മുമ്പല്ലായിരുന്നു. എവിടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നേ? അതല്ലേ പറഞ്ഞേ കേറി വരാൻ. ആ, ഒരു കാര്യം പറഞ്ഞേക്കാം. വാരി വലിച്ചിട്ട് കേട് വരുത്തരുത് ഒന്നിനും. പൊതിയാനുള്ളതൊക്കെ പത്രക്കടലാസും പ്ലാസ്റ്റിക്കും കൊണ്ട് പൊതിഞ്ഞേ എടുക്കാവൂ. കേട്ടല്ലോ? മുട്ടയൊന്നുമില്ലല്ലോ പൊതിഞ്ഞോണ്ട് പോവാൻ. ഇല്ല. എന്താ? എന്നാ കുഴപ്പമില്ല. ബാക്കി സാധനങ്ങളൊക്കെ പൊട്ടാതെ നോക്കിക്കോളാം ഞങ്ങള്. ചേച്ചിക്കുട്ടി, അപ്പുറത്തെ വലിയ സംഭവം നടക്കുന്നു. ചേച്ചിക്കുട്ടി വല്ലതും അറിഞ്ഞോ? എന്ത് സംഭവം? നമ്മുടെ വീട്ടു സാധനങ്ങളെല്ലാം പെറക്കി കെട്ടുക. 3-4 ചുമട്ട് തൊഴിലാളികൾ വന്നിട്ടുണ്ട്. ഞാനാദ്യം അടുത്ത് ജപ്തിയാണെന്ന്. ജപ്തിയോ? ആ, സിനിമയിലൊക്കെ കാണാൻ പാടില്ലേ? അമ്മയോട് ചോദിച്ചപ്പോ പറയാ പിള്ളേർ അറിയേണ്ട സമയമാകുമ്പോ പറയാന്ന്. നീ ചുമ്മാ പറയൂ എന്നെ കളിപ്പിക്കാൻ. അല്ല ചേച്ചിക്കുട്ടി, അങ്ങോട്ടൊന്ന് നോക്കിയേ. എനിക്ക് തോന്നുന്നത് വീട് മാറാനുള്ള ലക്ഷണമാണെന്നോ. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് വീട് മാറാൻ പോവല്ലേ? അതും ആരോടും പറയാതെ. ഇപ്പൊ തുടങ്ങിയതുള്ള പരിപാടി. കരുനാഗപ്പള്ളിയിൽ നിന്ന് അമ്മ പോന്നപ്പോൾ എനിക്ക് തോന്നിയതാ എന്തോ ഗൂഢാലോചന ഉണ്ടെന്ന്. പോടാ ഗൂഢാലോചന. ചേച്ചിക്കുട്ടി ശ്രദ്ധിച്ചായിരുന്നു? അവർ രണ്ടുപേരും കൂടെ എപ്പോഴും മുറിയിരുന്ന് വർത്തമാനോ അതോ ആരും കേൾക്കാത്ത പോലെ ഒറ്റ താഴ്ത്തി പിടിച്ച്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒന്നിനൊരു പോറല് പോലും വരുത്തല്ലേ.